ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വിൻ്റർ സീസണൽ ഫ്രൂട്ടായ കാക്കി ഫ്രൂട്ട്സിനെ കുറിച്ചാണ്. ആണ് ഞങ്ങളുടെ പേർസിമൺ ഫ്രൂട്ടിൻ്റെ മരം. കണ്ടോ, ഇത് ഒക്ടോബർ മാസത്തിൽ ഇങ്ങനെയായിരുന്നിരുന്നു, നല്ല ഇലകളോട് നിന്നിരുന്നതാണ്. നവംബർ ആയപ്പോഴത്തേക്കും ഇതിൻ്റെ ഇലയെല്ലാം പോയി, നോക്കിയേ, മൊത്തം ഇലകളും പൊഴിഞ്ഞിട്ട് ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ. ഇതിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യലായിട്ട്, അതായത് ഫെർട്ടിലൈസറോ പ്രത്യേകിച്ച് കെയറോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നാച്ചുറലായിട്ട് ഉണ്ടായിരിക്കുന്ന ഫ്രൂട്ട്സാണ്. അതുകൊണ്ട് വളരെയധികം നല്ലതുമാണ്. ല്ല ഇത് വിറ്റാമിൻസ് കൊണ്ടും ആൻറ്റി ഓക്സിഡൻറ്റും മിനറൽസും എല്ലാം കൊണ്ടും സമ്പുഷ്ടമായൊരു ഫ്രൂട്ടാണ്. പ്രത്യേകിച്ച് വൈറ്റമിൻ എ നമ്മുടെ ഐസൈറ്റിന് വളരെയധികം നല്ലതാണ് ഇത്. പിന്നെ ഇതിനകത്ത് പൊട്ടാസ്യവും മഗ്നീഷ്യവും ഉള്ളത് കൊണ്ട് ഇത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യുക മാത്രമല്ല, കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇത് സഹായിക്കും. മറ്റു ഫ്രൂട്ട്സുകളെ പോലെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്. പിന്നെ വൈറ്റമിൻ സി എല്ലാ ഫ്രൂട്ട്സിനെ പോലെ തന്നെ ഇതിനുമുണ്ട്. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഒത്തിരി അധികം ഉണ്ട്. ഇത് ഇൻഫ്ലമേഷനെ കുറയ്ക്കുന്നു, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻറ്റിന് പോലും കഴിക്കാവുന്നതാണ്. പിന്നെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് നിലനിർത്താനും സഹായിക്കും. അതുപോലെ തന്നെ ഇത് ഫൈബർ റിച്ച് ആയതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് നല്ലൊരു സൊല്യൂഷനാണിത്. ഇങ്ങനെ ഒത്തിരിയേറെ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഡിവൈൻ ഫ്രൂട്ട്സ് എന്നും പറയാറുണ്ട്. പിന്നെ ഞാൻ സാധാരണയായിട്ട് ഈ മരത്തിൻ്റെ അവിടെ പോയി നിന്ന് അതേന്ന് തന്നെ പറിച്ച് അപ്പോൾ തന്നെ കഴിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുമ്പോൾ പഴുക്കാത്ത ഫ്രൂട്ട്സ് ആണെങ്കിൽ അതിനകത്ത് ധാരാളമായി ടാനിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് ഇൻറ്റസ്റ്റൈനൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പഴുത്ത ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാവുള്ളൂ. ഇന്ന് നല്ലൊരു സണ്ണി ഡേ ആണ്. അതുകൊണ്ട് ഞാൻ ഓർത്ത് കുറച്ച് പറിച്ച് വെക്കാമെന്ന്, അടുത്ത മാസത്തേക്ക് വേണ്ടിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പുള്ളത് കൊണ്ട് ഇതൊരു 2 മാസത്തേക്ക് അവിടെ കേടാകാതെ ഇരുന്നോളും. പിന്നെ ഈ ഫ്രൂട്ട്സും കൊണ്ട് ധാരാളം റെസിപ്പീസ് ഉണ്ട് കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ പറ്റും, ഫുഡിങ്, അതുപോലെ തന്നെ ഷെയ്ക്ക്, അതുപോലെ തന്നെ സാലഡിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഞാനിതിനൊന്നും മെനക്കിടാറില്ല സത്യത്തിൽ. കുറച്ചൊക്കെ ഇങ്ങനെ പറിച്ചു വെക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടി മൂടൊക്കെ തോന്നുമ്പോൾ എടുത്ത് കഴിക്കും. കാണുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ആഗ്രഹം വരുമല്ലോ, അങ്ങനെ തോന്നുമ്പോൾ കഴിക്കും. അല്ലെങ്കിൽ കുറച്ചൊക്കെ ഞാൻ എൻ്റെ വർക്ക് പ്ലേസിൽ കൊണ്ടേ കൊടുക്കും. സത്യത്തിൽ എനിക്ക് ഈ ഫ്രൂട്ട് ടേബിളിലൊക്കെ എടുത്ത് വെച്ച് പ്ലേറ്റിനകത്ത് വെച്ച് കത്തി കൊണ്ട് മുറിച്ച് സ്പൂണും കൊണ്ട് കോരി തിന്നുന്നതിൽ യാതൊരു എൻജോയ്മെൻറ്റും കിട്ടാറില്ല. അതൊക്കെ മരത്തെ നിങ്ങൾ പറിച്ച് അതിൻ്റെ ആ നിമിഷത്തിൽ തന്നെ കഴുകുക പോലും ചെയ്യാതെ. കാരണം തൊലി ഞാൻ കഴിക്കാറില്ല, അത് കഴിക്കാൻ പറ്റുന്നതാണ്. ഞാൻ അതിൻ്റെ അകത്തെ ഫ്ലഷ് മാത്രമേ കഴിക്കാറുള്ളൂ. ഇങ്ങനെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് പറയാൻ വാക്കുകളില്ല കേട്ടോ. ഞാൻ എങ്ങനെയാണ് കഴിക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ അടിപൊളിയാണ്. ഇതിന് തേൻ പോലെ മധുരമാണ്. തന്നെയല്ല തണുപ്പൂടെ ഉള്ള കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതേ ഒരു 10-15 ഞാൻ പറിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇവിടുത്തെ പക്ഷികൾക്ക് വേണ്ടി വിട്ടുകൊടുത്തേക്കുവാണ്. ഇതേ സന്ധ്യയാകാറായി, നല്ലൊരു സൺസെറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.